അത് ശ്രീമതി ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചറും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇപ്പോൾ അതിർത്തിയിൽ നടന്ന അവരുടെ ആക്രമണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് കരുതിയത്. അത് മറ്റൊന്നുമില്ല, അതിൽ യാതൊരു സംശയത്തിന് അവകാശവുമില്ല. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് നമ്മുടെ CPIM-ൽ. അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ടീച്ചർ പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രീമതി ടീച്ചർ വളരെ സജീവമായിട്ട് രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നയാളാണ്. ടീച്ചർ മാത്രമല്ല, പ്രായപരിധി കാരണം ഒഴിവായി മാറുന്നത് പുതിയ ആളുകൾക്ക് കമ്മിറ്റിയിൽ ആളുകൾ വരാൻ വേണ്ടിയാണ്. ഈ ഒഴിവായിട്ടുള്ള സഖാക്കൾ എല്ലാവരും AK ബാലനടക്കമുള്ള ആളുകളുണ്ട്. അവരെല്ലാം വളരെ സജീവമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. CPIM-ൽ റിട്ടയർമെൻ്റ് ഇല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് 75 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡായിട്ട് പോവുകയെന്ന്. അങ്ങനെയില്ല. പക്ഷേ പുതിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഒരു നിശ്ചിത എണ്ണമുണ്ട് ഓരോ ഘടകത്തിലും. അപ്പോൾ അതിനകത്ത് പുതിയ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി വെക്കുന്നത്. എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമതി ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല. അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം. എന്നാൽ സമയമുള്ളപ്പോഴും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നതിൽ ടീച്ചർക്ക് തടസ്സവുമില്ല. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വിഷയമേ അല്ല. ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല. പക്ഷേ പത്രത്തിൽ എങ്ങനെയാണ് വാർത്ത വന്നതെന്ന് എനിക്കറിയില്ല. ശ്രീമതി ടീച്ചർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സ്വാഭാവികമായിട്ടൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവർത്തിക്കുന്നത് പോലെ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് സെൻട്രലിൽ നിന്ന് നേതൃത്വപരമായിട്ട് ഇടപെടുക എന്ന നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളിങ്ങനെ ഓരോ വിഷയത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ആളുകൾക്കൊരു കൗതുകം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് പുതിയ വാർത്ത കൊടുക്കുന്നുവെന്നേ ഉള്ളൂ. അതിനൊന്നും യാതൊരു പുതുമയില്ല വാർത്തയിൽ. ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരാശയക്കുഴപ്പവും ഇല്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത് ടീച്ചർ ദേശീയ തലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല. നേരെ തിരിച്ച് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടി പങ്കെടുക്കൽ അതിന് തടസ്സമില്ല എന്നാണ്. രണ്ടുപേരും പറഞ്ഞത് ഒന്നാണ്. നിങ്ങൾ താല്പര്യമുള്ള കാര്യം എഴുതാൻ വേണ്ടി അതിനെ വ്യാഖ്യാനിക്കുന്നതല്ലേ. എന്താ വ്യത്യാസമുള്ളത്? ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നല്ല ഗോവിന്ദ മാഷ് പറഞ്ഞത്. കൂടുതൽ സമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേരത്തെ പോലെ പങ്കെടുത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് ടീച്ചർ പ്രവർത്തിക്കേണ്ടതില്ല. കാരണം മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ എല്ലാ ഭാഗത്തേക്കും പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ പങ്കെടുക്കാം. എന്നാൽ ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടുതൽ ഏറ്റെടുക്കുക എന്ന രീതി വെച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാനുള്ള കാരണവും പറഞ്ഞത്.